ഭരണമാറ്റം പ്രവചിച്ച സർവേ ഫലം LDFിനും BJPക്കും തിരിച്ചടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണമാറ്റമുണ്ടാകുമെന്ന് പ്രവചിച്ച ലോക്പോൾ പുറത്തുവിട്ട പ്രീ ഇലക്ഷൻ സർവേ ഫലങ്ങൾ LDFിനും BJPക്കും വലിയ തിരിച്ചടിയാണ് സർവേ ഫലം പ്രവചിക്കുന്നത്. LDF 50 സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നും BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയില്ല എന്നുമാണ് സർവേ പ്രവചിക്കുന്നത്. എന്നാൽ UDFന് 100ലേക്ക് എത്താൻ കഴിയില്ലെന്നും സർവേ പറയുന്നു. ഭരണകക്ഷിയായ LDFനെ പിന്നിലാക്കി UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. സർവേ പ്രകാരം ആകെയുള്ള 140 സീറ്റുകളിൽ 81 മുതൽ 86 വരെ സീറ്റുകൾ നേടി UDF അധികാരം പിടിച്ചെടുക്കും. ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന LDFന് 51 മുതൽ 59 വരെ സീറ്റുകൾ മാത്രമേ ലഭിക്കൂ. BJP നയിക്കുന്ന NDA 2 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ടെന്നും സർവേ വ്യക്തമാക്കുന്നു. UDF 43 മുതൽ 45% വരെ വോട്ട് വിഹിതം നേടുമ്പോൾ LDF 39 മുതൽ 41% വോട്ട് വിഹിതമാവും നേടുകയെന്നും സർവേ സൂചിപ്പിക്കുന്നു. ഇതിനിടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ പ്രവർത്തനം ശരിവെച്ചുകൊണ്ട് ന്യായീകരണവുമായി ഷാഫി പറമ്പിൽ MP രംഗത്ത് വന്നു. AICCക്ക് അസിസ്റ്റൻസ് ആണ് കനകോലു നൽകുന്നത്. കനകോലു പ്രത്യേകിച്ച് പരീക്ഷണമൊന്നും ഇവിടെ നടത്തുന്നില്ലെന്നും കോൺഗ്രസ് പാർട്ടി ഏൽപ്പിച്ച ജോലിയാണ് ചെയ്യുന്നതെന്നുമായിരുന്നു ഷാഫിയുടെ പ്രതികരണം. ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പൾസും പാർട്ടിക്ക് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങളും പാർട്ടിയും UDFും ആലോചിച്ചിട്ട് തന്നെയാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ഇതിനെല്ലാം മേലെ ഞങ്ങൾ ആരെയെങ്കിലും സ്ഥാപിച്ചിട്ട് അവരെന്താ പറയുന്നതെന്ന് നോക്കിയിട്ടല്ല പ്രവർത്തനം നടത്തുന്നതെന്നും ഷാഫി പ്രതികരിച്ചു. എന്നാൽ LDF സർക്കാർ പൂർണ്ണമായും PR മാത്രമായി മാറിയെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. മുഖ്യമന്ത്രിയെ മോഹൻലാൽ ഇന്റർവ്യൂ ചെയ്തതിനെ ഷാഫി പറമ്പിൽ പരിഹസിച്ചു. ആര് ഇന്റർവ്യൂ ചെയ്താലും സർക്കാരിനെ രക്ഷിക്കാനാകില്ലെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു.